സംശയരോഗം കൊണ്ട് തകരുന്ന കുടുംബങ്ങൾ. ഭാര്യയ്ക്ക് ഭർത്താവിനെ സംശയം, ഭർത്താവിന് ഭാര്യയെ സംശയം. വൈദ്യശാസ്ത്രം പറയുന്നു ഇത് ഒരു മാനസിക രോഗമാകുന്നു എന്ന്. ഒഥല്ലോ സിൻഡ്രം എന്ന് പറയുന്ന ഒരു മാനസിക രോഗമുണ്ട്. അതേപോലെ തന്നെ റിലേഷൻഷിപ്പ് OCD എന്ന് പറയുന്ന ഒരു മാനസിക രോഗമുണ്ട്. ഇത് രണ്ടും ഏകദേശം തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. മലയാളത്തിൽ നമുക്കതിനെ പൊതുവിൽ സംശയരോഗമെന്ന് വിളിക്കുവാൻ കഴിയും. ഒഥല്ലോ സിൻഡ്രം ആകുന്നുവെങ്കിൽ ഭാര്യ അവിശ്വസ്തത കാണിച്ചു എന്ന് സംശയിക്കുന്നു, ഭർത്താവ് അവിശ്വസ്തത കാണിച്ചു എന്ന് സംശയിക്കുന്നു. റിലേഷൻഷിപ്പ് OCD ആകുമ്പോൾ അത് ഒരു തരം ഭയമാണ്. കുടുംബ ബന്ധത്തിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, ഭർത്താവിന് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, ഭാര്യയ്ക്ക് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് എന്ന് സംശയിക്കുന്നു. ഇത് മുഖാന്തരം അനേകം കുടുംബങ്ങൾ തകർന്നു പോകുകയാണ്. ഒഥല്ലോ സിൻഡ്രം എന്ന് ഇതിന് പേര് വരാൻ കാരണമായത് വില്യം ഷേക്സ്പിയർ എഴുതിയ ഒഥല്ലോ എന്ന ആ പ്രസിദ്ധ ഗ്രന്ഥത്തിലെ, ആ നാടകത്തിലെ കഥാപാത്രമാകുന്ന ഒഥല്ലോ തൻ്റെ ഭാര്യയാകുന്ന ഡെസ്ഡിമോണയെ സംശയിച്ചില്ലേ? സംശയം മുഖാന്തരം, അസൂയ മുഖാന്തരം, ചതിവ് മുഖാന്തരം തകർന്നുപോയ കുടുംബത്തിൻ്റെ കഥയാകുന്നു ഒഥല്ലോ എന്ന് പറയുന്നത്. അതൊരു ദുരന്ത കഥയാകുന്നു, ഒരു ട്രാജഡിയാകുന്നു. ഒഥല്ലോ എന്ന് പറയുന്ന ആ സൈനിക മേധാവി താൻ വിവാഹം കഴിച്ചപ്പോൾ നല്ല സുന്ദരിയാകുന്ന സ്നേഹസമ്പന്നയാകുന്ന ഒരു ഭാര്യ ഡെസ്ഡിമോണ. എന്നാൽ ഈ ഒഥല്ലോയുടെ ജീവിതത്തിലേക്ക് ഒരു വില്ലൻ കടന്നു വരികയാണ്. ലാഗോ എന്ന പേര്. ഞാൻ ഈ പേരുകളുടെ ഉച്ചാരണങ്ങൾ പറയുമ്പോൾ തെറ്റുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. ലാഗോ എന്ന് പറയുന്ന ഒരു ഓഫീസർ, ഒഥല്ലോയുടെ ഒരു ഓഫീസർ, അദ്ദേഹത്തിന് ഒഥല്ലോയോട് കയ്പുണ്ടായി. തൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് കയ്പുണ്ടായി. അതുമുഖാന്തരം ഈ മനുഷ്യന് ഒഥല്ലോയെ തകർക്കണമെന്നുള്ള ആഗ്രഹമായി. അതിനുവേണ്ടി ഈ ദുഷ്ടൻ കണ്ടെത്തിയ ഒരു വഴിയാണ് ഒഥല്ലോയുടെ ജീവിതത്തിൽ തൻ്റെ ഭാര്യയെക്കുറിച്ച് സംശയം കൊണ്ടുവരിക. അവിടെ കാസിയോ എന്ന് പറയുന്ന മറ്റൊരു ഓഫീസറുണ്ട്. ആ ഓഫീസറിന് ഡെസ്ഡിമോണയുമായിട്ട് ബന്ധമുണ്ട് എന്ന് ഇയാൾ വരുത്തി തീർക്കുകയാണ്. ചില സംശയ സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് അത്തരത്തിലുള്ള സംഭാഷണങ്ങളൊക്കെ കൊണ്ടുവന്ന് ഒഥല്ലോയെ ധരിപ്പിക്കുകയാണ്. ഒഥല്ലോയുടെ ഹൃദയത്തിൽ സംശയത്തിൻ്റെ വിത്തിനെ വിതയ്ക്കുകയാണ്. എന്നാൽ ഈ ഒഥല്ലോ ഇതെല്ലാം തുറന്ന് തൻ്റെ ഭാര്യയാകുന്ന ഡെസ്ഡിമോണയോട് സംസാരിക്കുവാൻ തയ്യാറായില്ല. അങ്ങനെ ആ സംശയം മൂത്ത് സ്നേഹം മരിച്ചു. ഇയാൾക്ക് ഡെസ്ഡിമോണയോടുണ്ടായിരുന്ന സ്നേഹം, ആരംഭത്തിലുണ്ടായിരുന്ന ആ ഹൃദയംഗമാകുന്ന സ്നേഹം, ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള ആ സ്നേഹം മരിച്ചു. അങ്ങനെയാണ് അവസാനം ഡെസ്ഡിമോണയെ അയാൾ ക്രൂരമായിട്ട് കൊല്ലുന്നത്. ആ കൊല്ലപ്പെടുന്ന സമയത്ത് ആ സഹോദരി, ആ പെൺകുട്ടി കേണപേക്ഷിക്കുന്നുണ്ട്. ഞാൻ അങ്ങയെ ചതിച്ചിട്ടില്ല, കേണപേക്ഷിക്കുന്നുണ്ട്, എന്നെ കൊല്ലരുത്. വകവയ്ക്കാതെ ആ മനുഷ്യൻ്റെ ഉള്ളിൽ ഉയർന്ന സംശയരോഗം മുഖാന്തരമായിട്ട് തൻ്റെ ഭാര്യയെ കൊല്ലുകയാണ്. ഭാര്യ കൊല്ലപ്പെട്ടതിന് ശേഷമാണ് ഒഥല്ലോ അറിയുന്നത് ലാഗോ എന്ന് പറയുന്ന ഈ കഥയിലെ വില്ലൻ, ആ ദുഷ്ടൻ തന്നെ ചതിക്കുകയായിരുന്നു. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടേയില്ല. ആ കാര്യങ്ങൾ വലിയ ചതിവാണെന്ന് തിരിച്ചറിഞ്ഞൊടുവിൽ ഒഥല്ലോയും തൻ്റെ ജീവനെ എടുക്കുന്നു. അയാളും ആത്മഹത്യ ചെയ്യുകയാണ്. അങ്ങനെ
ദുരന്തകഥ അവസാനിക്കുന്നു. ആ ദുരന്തകഥയിലെ സംഭവത്തിൻ്റെ, ആ കഥയിലെ പൊതുവായിട്ടുള്ള ആ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാകുന്നു സൈക്കാട്രിക് രോഗമാകുന്ന സംശയരോഗത്തിന് ഒഥല്ലോ സിൻഡ്രം എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. ഇത് മുഖാന്തരം നിങ്ങളിൽ ആരെങ്കിലും സംഘർഷങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ കർത്താവാകുന്ന യേശുക്രിസ്തുവിൻ നാമത്തിൽ വിശുദ്ധ ഗ്രന്ഥമാകുന്ന ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ജീവിതത്തെ വിശകലനങ്ങൾക്ക് വിധേയമാക്കി അതിൽ നിന്ന് പുറത്തു വരണം. സദൃശവാക്യങ്ങൾ അതിൻ്റെ 4-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യത്തിൽ നമുക്ക് പരിചിതമാകുന്ന വാക്യമാണ്. അവിടെ ഇങ്ങനെ പറയുന്നു, സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. നമ്മുടെ ഹൃദയത്തിന് നമ്മെ ചതിക്കുവാൻ കഴിയും. നമ്മുടെ ഹൃദയം എന്ന് പറയുമ്പോൾ മനസ്സെന്നങ്ങ് മനസ്സിലാക്കുക. നമ്മുടെ മനസ്സ് പുറപ്പെടുവിക്കുന്ന ചിന്തകൾക്ക് നമ്മെ ചതിക്കുവാൻ കഴിയും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 17-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ 9-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്, ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവുമുള്ളത്. അത് ആരാഞ്ഞറിയുന്നവനാർ? ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവുമുള്ളതാണ്. അത് ആരാഞ്ഞറിയുന്നവൻ ആർ? നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ മനസ്സ് നിങ്ങളെ ചതിക്കുവാൻ സാധ്യതയുണ്ട്. എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? സത്യമാണോ? വിശകലനത്തിന് വിധേയമാക്കണം. നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഇത്തരത്തിലുള്ള ചിന്തകളെ കൊണ്ടുവരും. ഞാൻ ചിന്തിക്കുന്നതാണ് ശരി, എന്തോ കുഴപ്പമുണ്ട്, എൻ്റെ ഭാര്യ എന്നെ എന്തോ മറച്ചു വയ്ക്കുന്നുണ്ട്, എൻ്റെ ഭർത്താവ് ഞാൻ അറിയാതെ എന്തോ കാര്യം ചെയ്യുന്നുണ്ട്. മനസ്സിൽ ഈ ചിന്തകൾ കയറിക്കഴിഞ്ഞാൽ ഈ ചിന്തകളെ പിന്തുണയ്ക്കുവാൻ വേണ്ടിയുള്ള ദുരാത്മ സംഘവും പ്രവർത്തനത്തിൽ സജീവമാകും. നമുക്ക് കാണുവാൻ കഴിയുന്ന ഈ ലോകത്തിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരാത്മലോകമുണ്ട്. അത് പലപ്പോഴും വൈദ്യശാസ്ത്രത്തിന് അംഗീകരിക്കുവാൻ കഴിയുകയില്ല. ഇത് കേവലം മനസ്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യം മാത്രമാണ് എന്ന ഒരു നിഗമനത്തിൽ വൈദ്യശാസ്ത്രം എത്തിച്ചേരും. എന്നാൽ ബൈബിളിലൂടെ അവിടേക്ക് കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. ബൈബിളിലൂടെ കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു, ഒരാത്മലോകമുണ്ട്. ഈ കാണുന്ന ദൃശ്യലോകത്തിൻ്റെ, ഈ ഭൗതിക ലോകത്തിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ആത്മലോകമുണ്ട്. ആ ആത്മലോകത്തിൽ പിശാചുക്കൾ എന്ന് പറയുന്ന ഒരു സംഘമുണ്ട്. അത് സത്യമാണ്, അത് യാഥാർത്ഥ്യമാണ്. അവിടെ ഈ ചിന്തകളെ പിന്തുണയ്ക്കുവാൻ വേണ്ടി ദുരാത്മസംഘങ്ങൾ പ്രവർത്തിക്കും. ഇത്തരത്തിലുള്ള സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്തൊരു വല്ലാത്ത ഭാരം വരും. ഈ സംശയ വിചാരം വരുമ്പോഴേക്ക് ഇവിടെ ഒരു തീ കത്തുന്നത് പോലെ തോന്നും. അതെന്താണ്? ചിന്തകൾ മാത്രമാണ്. അതിൻ്റെ പിന്നിൽ ഏതോ ഒരു ഫോഴ്സ് ഇല്ലേ? ചിന്തകൾക്ക് തന്നെ ശക്തിയുണ്ട്. ചിന്തകളുടെ ശക്തിയെ കവിഞ്ഞ ഒരു ഭാരം ഉണ്ടാകുന്നുവെങ്കിൽ അപ്പോൾ അതിൻ്റെ പിന്നിൽ വേറൊരു ശക്തി കൂടെ അതിനെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാകുന്നു. ഉത്തമഗീതത്തിലേക്ക് പോകുന്നുവെങ്കിൽ ഉത്തമഗീതം അതിൻ്റെ 8-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ അവിടെ ഒരു പദപ്രയോഗം നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രേമം മരണം പോലെ ബലമുള്ളതും പത്നീവൃത ശങ്ക പാതാളം പോലെ കടുപ്പമുള്ളതുമാകുന്നു. പത്നീവൃത ശങ്ക പാതാളം പോലെ കടുപ്പമുള്ളതുമാകുന്നു. അതിൻ്റെ ജ്വലനം അഗ്നിജ്വലനവും ഒരു ദിവ്യജാലയും തന്നെ. അതിൻ്റെ കടുപ്പം നിങ്ങൾ മനസ്സിലാക്കുക. പ്രേമം ഭയങ്കര ബലമുള്ളതാണ്. അതേപോലെ തന്നെ സംശയം എന്ന് പറയുന്നത്, ഭർത്താവിനെ സംശയിക്കുക, ഭാര്യയെ സംശയിക്കുക എന്ന് പറയുന്ന ആ സംശയിക്കുന്ന വ്യക്തി അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അത് പാതാളം പോലെ കടുപ്പമുള്ളതാകുന്നു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ജ്വലനം അഗ്നിജ്വലനവും ഒരു ദിവ്യജ്വാലയും തന്നെ. വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്.
സ്വന്തം ഭാര്യ ഒരു ഭർത്താവ് സംശയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം ഭാര്യയോട് പങ്കുവയ്ക്കുവാൻ കഴിയുമോ? ഇല്ലല്ലോ. ഇത് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ അകത്തല്ലേ ഈ സംശയ വിചാരങ്ങൾ. അവൾക്കെന്തോ ബന്ധമുണ്ട്, അവൾ ആരോടോ കൂടെ പോകുന്നുണ്ട്, അവൾ രഹസ്യമായി ആരോടോ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ചിന്തകൾ വരുമ്പോൾ അത് പാതാളം പോലെ കടുപ്പമുള്ളതാണ്. സദൃശ്യവാക്യങ്ങളിൽ അതിൻ്റെ 27-ാമത്തെ അധ്യായം 4-ാം വാക്യത്തിൽ ക്രോധം ക്രൂരവും കോപം പ്രളയവുമാകുന്നു, ജാരശങ്കയുടെ മുമ്പിലോ ആർക്കു നിൽക്കാം. ഈ മാതിരിയുള്ള എല്ലാ നിഷേധാർത്ഥക വൈകാരിക കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്രോധം ക്രൂരവും കോപം പ്രളയവുമാകുന്നു, ജാരശങ്കയുടെ മുമ്പിലോ ആർക്ക് നിൽക്കാം. അങ്ങനെയാണ് മെല്ലെ ഒരാശ്വാസം കിട്ടാൻ വേണ്ടി ചോദ്യം ചെയ്യൽ തുടങ്ങും, ആരോപണം ഉന്നയിക്കുവാൻ തുടങ്ങും, ഫോൺ പരിശോധിക്കുവാൻ തുടങ്ങും. വൈകാരിക സമ്മർദ്ദങ്ങൾ കൊണ്ട് ഈ വ്യക്തി തനിക്ക് അസഹനീയമായ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ക്രോധത്തിലും കോപത്തിലും പ്രകടമാക്കുവാൻ തുടങ്ങും. അവിടെ ഈ സംശയരോഗം വരുത്തുന്ന ഫലങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ചോദ്യം ചെയ്യൽ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ചോദ്യം ചെയ്യാൻ തുടങ്ങും. ഭാര്യയെ ചോദ്യം ചെയ്യാൻ തുടങ്ങും. നീ എന്തിനാ ഇപ്പോൾ വന്നത്? നീ ഇത്ര നേരത്തെ എന്തിനാണ് പോകുന്നത്? നീ ആരോടാണ് ഇന്നലെ രാത്രി സംസാരിച്ചത്? സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യൽ, ആരോഗ്യപരമായിട്ട് അറിയുവാൻ വേണ്ടിയുള്ള ചോദ്യം ചെയ്യലല്ല. ഇത് സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യൽ, ആരോപണം ഉന്നയിക്കുക. തെളിവുകളില്ലാത്ത ചിന്തകളാണിത്. ഇതിന് തെളിവുകളില്ല. അടിസ്ഥാനപരമായിട്ട് അന്വേഷിച്ചിട്ടൊന്നും തെളിവുകൾ കണ്ടെത്താൻ കഴിയുന്നില്ല. പിന്നെ തെളിവുകളെ നമ്മളങ്ങ് ഊഹിക്കുകയാണ്, അല്ലെങ്കിൽ സങ്കല്പിക്കുകയാണ്. തെളിവുകൾ ഉണ്ട് എന്ന് സങ്കല്പിക്കുകയാണ്. പലപ്പോഴും തെളിവുകളില്ല. തെളിവുകളില്ലാത്ത സംശയ ചിന്തകളാണിത്. ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് എന്താ സംഭവിക്കുന്നത്? സ്നേഹം മരിക്കുന്നു. ഭർത്താവിന് ഭാര്യയോടുള്ള സ്നേഹം മരിക്കുന്നു, ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള സ്നേഹം മരിക്കുന്നു. ഒഥല്ലോയ്ക്ക് ഡെസ്ഡിമോണിയോടുള്ള സ്നേഹം മരിച്ചതുപോലെ. ഡെസ്ഡിമോണിക്ക് ഒഥല്ലോയോടുള്ള സ്നേഹം മരിച്ചില്ല. അവൾക്ക് സംശയമുണ്ടായിരുന്നില്ല, അവളിതൊന്നും അറിയുന്നുമില്ല. ഇതെല്ലാം ഒഥല്ലോയുടെ ഹൃദയത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളില്ലേ. അയാളിതെല്ലാം വഹിച്ചുകൊണ്ട് നടക്കുകയാണ്. അയാളിത് തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നു. തുറന്നു പറഞ്ഞ് ഒരു അന്വേഷണം നടത്തിയിരുന്നുവെങ്കിൽ ഒരു ദുരന്തത്തിൽ ആ കുടുംബം അവസാനിക്കുമായിരുന്നില്ല. ഫലം സ്നേഹം മരിക്കുന്നു. ഭർത്താവിന് ഭാര്യയോടുള്ള സ്നേഹം മരിക്കുന്നു, ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള സ്നേഹം മരിക്കുകയാണ്. 1 കൊരിന്ത്യർ അതിൻ്റെ 13-ാമത്തെ അധ്യായം സ്നേഹത്തിൻ്റെ അധ്യായമാകുന്നുവല്ലോ. അതിൻ്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു. ഈ ഭാഗം ശ്രദ്ധിക്കണം. എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഒതുർന്നു പോകയില്ല. നിങ്ങളുടെ സ്നേഹം വചനപ്രകാരമുള്ള സ്നേഹമാകുന്നുവെങ്കിൽ എല്ലാം പൊറുക്കുന്നു. നിങ്ങളുടെ ഇണയെ നിങ്ങൾക്കൊരിക്കലും സ്വന്തം കഴിവ് കൊണ്ട് സംരക്ഷിക്കുവാൻ കഴിയത്തില്ല. അവർ ജോലിക്ക് പോകുന്നു, അവരൊരു ഹോസ്പിറ്റലിൽ ചിലപ്പോൾ നേഴ്സായിരിക്കും ജോലിക്ക് പോകുന്നു. നിങ്ങൾ ചിലപ്പോൾ മറ്റൊരു സ്ഥാപനത്തിൽ ഒരു മാനേജറായിട്ട് ജോലി ചെയ്യുകയായിരിക്കും, അല്ലെങ്കിൽ അവിടെ ഒരു അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യുകയായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നിലയിൽ നിങ്ങൾ ജോലി ചെയ്യുകയായിരിക്കും. പകൽ മുഴുവൻ നിങ്ങൾ ഒരു ഓഫീസിൽ, പകൽ മുഴുവൻ നിൻ്റെ ഭാര്യ മറ്റൊരിടത്ത്. എങ്ങനെ നിങ്ങൾക്ക് സംരക്ഷിക്കുവാൻ കഴിയും? ഇവിടെ തമ്മിലുള്ള ഒരു വിശ്വസ്തതയാണ്.
ആ വിശ്വസ്തത ഉയർന്നു വരണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം അവിടെ ആവശ്യമാണ്. പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ, കർത്താവിൽ ആശ്രയിക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ, നിങ്ങൾ വിശ്വസ്തതയുള്ളൊരു ജീവിതം നയിക്കുവാൻ തയ്യാറായാൽ, നിങ്ങളുടെ ഭാര്യയെയും നിങ്ങളുടെ ഭർത്താവിനെയും പരിശുദ്ധാത്മാവ് സംരക്ഷിക്കും. അവർ വിശ്വസ്തരായിരിക്കും. ഇവിടെ ഈ നിലയിൽ നമുക്ക് എല്ലാം പൊറുക്കുവാൻ കഴിയാത്ത, എല്ലാം വിശ്വസിക്കാൻ കഴിയാത്ത, എല്ലാം പ്രത്യാശിക്കുവാൻ കഴിയാത്ത ഒരു നിലയിലേക്ക് വരുമ്പോഴാണ് സ്നേഹം മരിച്ചു പോകുന്നത്. അത് മുഖാന്തരം എന്തായിരിക്കും വരുന്നത്? സ്നേഹത്തിൻ്റെ ശത്രുവാരാണ്? ഭയം. സ്നേഹവും ഭയവും തമ്മിൽ ചേരത്തില്ല. വെള്ളം എണ്ണയിൽ കലരാത്തതുപോലെ സ്നേഹവും ഭയവും തമ്മിൽ പകുതി സ്നേഹവും പകുതി ഭയവും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ കഴിയത്തില്ല. ഭയമുള്ളിടത്ത് സ്നേഹം തീർച്ചയായിട്ടും ഇല്ലാതെയായിത്തീരും. സ്നേഹം മരിക്കുമ്പോൾ പിന്നെ ഉയർന്നു വരുന്നത് ഭയമായിരിക്കും. ഈ രോഗം തന്നെ, സംശയ രോഗം തന്നെ ഭയത്തിൻ്റെ ഒരു വിഭാഗമാകുന്നുവല്ലോ. OCD എന്ന് പറയുമ്പോൾ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ ആണല്ലോ. ഇത് റിലേഷൻഷിപ്പ് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറയുമ്പോൾ അത് ഭയത്തിൽ നിന്ന് ഉളവാകുന്നതാണ്. അടിസ്ഥാനപരമായിട്ട് അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഭയമാകുന്നു. ഭയം, സ്നേഹം അവിടെ അപ്രത്യക്ഷമായിട്ട് ഭയം വരികയാണ്. ഭയം ഉയർന്നു വരുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഹൃദയത്തിൽ സങ്കല്പങ്ങൾ, നമ്മുടെ മനസ്സിന് ചിന്തിക്കുവാൻ കഴിയും. ആ ചിന്തകൾക്ക് സങ്കല്പങ്ങളായി തീരുവാൻ കഴിയും. അപ്പോഴാണ് നമ്മൾ സങ്കല്പിക്കുവാൻ തുടങ്ങുന്നത്, അവൾ എന്നോട്, അവൻ എന്നോട്, എൻ്റെ ഭർത്താവ് എന്നോട് മറച്ചു പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സങ്കല്പിക്കും, ഭർത്താവ് പോകുന്നു, മറ്റൊരു പെൺകുട്ടിയുമായി സംസാരിക്കുന്നു. ഇത്തരത്തിലുള്ള സങ്കല്പങ്ങൾ വരും. ആ സങ്കല്പങ്ങൾ വല്ലാത്ത പീഡനം കൊണ്ടുവരും. ഞാനെല്ലാം കാണുന്നില്ല, ഞാൻ വരുമ്പോഴേക്കും കാര്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, ഞാൻ കാണാതെ പല കാര്യങ്ങളും സംഭവിക്കും. ഇത്തരത്തിലുള്ള ഭയങ്ങൾ കയറി വരികയാണ്. മറ്റു ചില ചിന്തകൾ കൂടെ കടന്നു വരും. എന്നെ വിട്ടവൾ പോകുമോ? എന്നെ വിട്ടെൻ്റെ ഭർത്താവ് പോകുമോ? എന്നെ ഉപേക്ഷിച്ച് എന്നെ വിട്ടുപോകുമോ? 2 തീമോത്തിയോസിന് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ഭീരുത്വത്തിൻ്റെ, ഭയത്തിൻ്റെ ആത്മാവിനെ അല്ല, അവിടെ വളരെ വ്യക്തമല്ലേ, ഭയത്തിൻ്റെ ആത്മാവിനെ അല്ല. ബൈബിൾ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ പിൻപിൽ നിങ്ങളാണിതിന് ആരംഭം കുറിച്ചത്. നിങ്ങളിതിന് ആരംഭം കുറിച്ചു. ചിന്തകളിലൂടെ നിങ്ങൾ സംശയിക്കുവാൻ തുടങ്ങിയതിൻ്റെ ഫലമായിട്ട് ആ സംശയം വളരെ ശക്തമായി തീരുകയും നിങ്ങളുടെ മനസ്സിൻ്റെ മേൽ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ ആ ചിന്തകളെ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ കഴിയാത്ത നിലയിലുള്ള ഒരു നിലവാരത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ വാതിൽ തുറന്നു കൊടുക്കുകയാണ്. ആ സമയത്ത് തീർച്ചയായിട്ടും ദുരാത്മാക്കൾ ഉള്ളിൽ പ്രവേശിക്കും, അകത്ത് കയറും. ഭയത്തിൻ്റെ ദുരാത്മാവ് അകത്ത് കയറും, സംശയത്തിൻ്റെ ദുരാത്മാവ് അകത്ത് കയറും. ദുരാത്മാക്കൾ എപ്പോഴും സംഘടിതമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവരൊരു സംഘമായിട്ടാണ് പ്രവർത്തിക്കുന്നത്, ഒരു ടീമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവരകത്ത് കയറും. അവർ അകത്ത് കയറിക്കഴിഞ്ഞാൽ പിന്നീട് ആ ചിന്തകളെ ജയിക്കുവാൻ കഴിയത്തില്ല. അവ വല്ലാതെ പീഡിപ്പിക്കും. 1 യോഹന്നാൻ്റെ ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ. ഇവിടെ ഇതിൻ്റെ എല്ലാം പിന്നിൽ പിശാചുക്കളുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാന വാക്യമാണ് വെളിപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ പിശാചിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സഹോദരന്മാരെ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദി. പിശാചിൻ്റെ ഒരു പ്രകൃതമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അയാൾ എന്ത് ചെയ്യുന്ന വ്യക്തിയാണ്? അയാൾ കുറ്റം ചുമത്തുന്ന വ്യക്തിയാണ്. അയാൾ അപവാദിയാകുന്നു. ദുരാത്മാക്കൾ അവർ അപവാദികളാകുന്നു, അവർ കുറ്റം ചുമത്തുന്നവരാകുന്നു. അപവാദം, ഭാര്യയെക്കുറിച്ചുള്ള അപവാദ ചിന്തകൾ ഹൃദയത്തിൽ വരുന്നു, ഭർത്താവിനെ കുറിച്ചുള്ള അപവാദ ചിന്തകൾ വരുന്നു. അതിൻ്റെ മേൽ നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് എല്ലാ ദിവസവും വരികയാണ്. അത് സങ്കല്പമായിട്ട് വരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അപവാദി അകത്തില്ലേ? അപവാദി അകത്തുണ്ട്. ഈ അപവാദിയുടെ പ്രധാനപ്പെട്ട പണിയാണ് നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങൾക്ക് വിരോധമായി അപവാദം കൊണ്ടുവരും.
നിങ്ങളുടെ ഇണയെക്കുറിച്ച് നിങ്ങളുടെ ഉള്ളിൽ അപവാദം കൊണ്ടുവരും. ഇണയെക്കുറിച്ചുള്ള കുറ്റം ചുമത്തൽ. ഇനിയും സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ടവർ, ഇവരെക്കുറിച്ചൊക്കെയുള്ള അപവാദങ്ങൾ കൊണ്ടിരുന്ന ഒരു അപവാദിയാണ്. അവൻ്റെ 24 മണിക്കൂറത്തെ പ്രവർത്തനമാകുന്നു ഇതെന്ന് മനസ്സിലാക്കി ഇതിനെ കീഴ്പ്പെടുത്തണം. മനഃപൂർവ്വമായി കീഴ്പ്പെടുത്തണം. സഹായം തേടണം. ആവശ്യമെങ്കിൽ വൈദ്യശാസ്ത്ര സഹായം തന്നെ തേടുക. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് തനിയെ ഇത് പരിഹരിക്കുവാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രൊഫഷണലായിട്ടുള്ള സഹായം തേടുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. അതോടൊന്നിച്ച് തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യണം. പ്രൊഫഷണലായിട്ടുള്ള ഹെൽപ്പ് കൊണ്ട് മാത്രം ഇതിനെ ജയിക്കാമെന്ന് ഒരിക്കലും കരുതരുത്. ഇതിൻ്റെ പിന്നിൽ ഒരു ആത്മലോകമുള്ളത് കൊണ്ട് പ്രാർത്ഥനയും ആവശ്യമാണ്. എന്നാൽ നിങ്ങൾക്ക് പ്രാർത്ഥനയിലൂടെ തന്നെ ഇതിനെ പരിഹരിക്കുവാൻ കഴിയുമെന്ന ഒരു ബോധ്യം ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പരിചയസമ്പന്നരാകുന്ന, ഈ മേഖലയിൽ പരിചയസമ്പന്നരാകുന്ന ദൈവദാസന്മാരുമായിട്ട് ആശയവിനിമയം നടത്തിയിട്ട് ഇതിനെ എങ്ങനെ പരിഹരിക്കുവാൻ കഴിയുമെന്നുള്ള ആശയങ്ങൾ അവരിൽ നിന്ന് സ്വീകരിക്കണം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം പരാമർശിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെയുള്ളവരുടെ ബാല്യകാലം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അവർ ബാല്യകാലത്ത് അനുഭവിച്ച കാര്യങ്ങൾ ചിലപ്പോൾ അവരുടെ പ്രാണന് കേടുവരുത്തിയിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തിരസ്കരണം. ബാല്യകാലത്ത് അവർ തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ടോ? ബാല്യകാലത്ത് അവർ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? മാതാപിതാക്കളിൽ നിന്ന് അകന്ന് അവർക്ക് ജീവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? അബാൻമെൻ്റ് ഉണ്ടായിട്ടുണ്ടോ? മറ്റൊന്ന്, ബാല്യകാലത്ത് അവർ ചതിക്കപ്പെട്ടിട്ടുണ്ടോ? ബിട്രയൽ സംഭവിച്ചിട്ടുണ്ടോ? ബാല്യകാലത്ത് സ്നേഹം ലഭിക്കേണ്ട വ്യക്തികൾ അവരെ ചതിച്ചിട്ടുണ്ടോ? 0 മുതൽ 7 വയസ്സ് വരെയാണ് സോൾ ഫോർമേറ്റീവ് ഇയേഴ്സ് എന്ന് പറയുന്നത്. ആ സമയത്ത് ബിട്രയലിലൂടെ കടന്നുപോയിട്ടുണ്ടോ? ഇനി ബാല്യകാലത്ത് സുരക്ഷിതത്വമില്ലായ്മയെ അവർ അനുഭവിച്ചിട്ടുണ്ടോ? ഇൻസെക്യൂരിറ്റി അനുഭവിച്ചിട്ടുണ്ടോ? തിരസ്കരണം, ഒറ്റപ്പെടൽ, അബാൻമെൻറ്റ്, ചതിക്കപ്പെടൽ, ബിട്രയൽ, സുരക്ഷിതത്വം നഷ്ടപ്പെട്ട സാഹചര്യം, ഇൻസെക്യൂരിറ്റി, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയിട്ടുണ്ടെങ്കിൽ ആന്തരിക മുറിവുകളുണ്ട്. കേടുവന്ന പ്രാണനാണ്. ആ കേടുവന്ന പ്രാണനായതുകൊണ്ടാണ് ഇത് ഇപ്പോൾ നിങ്ങൾക്ക് സംശയരോഗമായിട്ട് പ്രകടമായി വരുന്നത്. ഇവിടെ ഒരു ജനറേഷനലായിട്ടുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ മുൻ തലമുറകളിൽ ഈ സംശയരോഗമുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു ജനറേഷനലായിട്ടുള്ള സ്വാധീനമുണ്ട്. മുൻ തലമുറകളിൽ സംഭവിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് പകരപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ സെല്ലിനകത്ത്, സെല്ലിൻ്റെ ഉള്ളിലുള്ള DNA അകത്ത് ജീൻസ്, ഇതിനകത്ത് ഈ ജീൻസിനകത്ത് സംഭവം മുഴുവൻ വന്നിരിക്കുകയാണ്. അപ്പോൾ മുൻ തലമുറകളിൽ ഈ കാര്യം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. മുൻ തലമുറകളിൽ എവിടെയോ സംശയരോഗം വന്നിട്ടുണ്ടെങ്കിൽ അത് അടുത്ത തലമുറകളിലേക്ക് വരുവാൻ സാധ്യതയുണ്ട്. ഇത് മനസ്സിലാക്കി ദൈവസാന്നിധ്യത്തിലേക്ക് വരിക. ദൈവസാന്നിധ്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഭർത്താവിന് സംശയരോഗമുണ്ട് എന്ന് ഭാര്യയ്ക്ക് മനസ്സിലാകുകയാണെങ്കിൽ ഭാര്യ അതിനെക്കുറിച്ച് പ്രചരണം നടത്തരുത്. ഭാര്യ ഈ ഭർത്താവിനോട് കമ്പാഷനേറ്റ് ആകണം, മനസ്സലിവോടുകൂടെ ആയിരിക്കണം. കാരണം ഭാര്യ മനസ്സിലാക്കണം, ഈ ഭർത്താവിന് സ്വയം ജയിക്കുവാൻ കഴിയാത്തൊരു മാനസികാവസ്ഥയാണ്. ഈ ഭർത്താവിന് എന്തെങ്കിലും ഒരു രോഗം വന്ന് കിടക്കയിലായി കഴിഞ്ഞാൽ ഭാര്യ തള്ളിപ്പറയുമോ? ഇല്ലല്ലോ. കൂടെ നിന്ന് ആ രോഗം മാറുന്നതുവരെ ചികിത്സിച്ച് ഭാര്യ സഹായിച്ച് ആരോഗ്യ പുനഃസ്ഥാപനം ഉണ്ടാകുവാൻ വേണ്ടി ഭാര്യ ഹെൽപ്പ് ചെയ്യത്തില്ലേ? അതേപോലെ തന്നെയാണ് ഭർത്താവിന് സംശയരോഗമുണ്ടെന്ന് മനസ്സിലായാൽ ഭാര്യ ഭർത്താവിനെ തിരസ്കരിക്കാതെ മനസ്സലിവോടുകൂടെ ഭർത്താവിൻ്റെ പൂർണ്ണ സൗഖ്യത്തിനു വേണ്ടി സഹകരിക്കണം. ഭാര്യയ്ക്ക് സംശയരോഗമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അതേപോലെ തന്നെ ഭർത്താവ് പ്രാർത്ഥനയിലും മറ്റു പല നിലകളിലും ഭാര്യയെ ഇതിൽ നിന്ന് പുറത്തെടുക്കുവാൻ വേണ്ടി സഹകരിക്കണം. നല്ലൊരു കാര്യമാണ് പങ്കുവയ്ക്കൽ. ഭർത്താവ് തുറന്നു പറയുക, ആരോഗ്യപരമായിട്ടായിരിക്കണം, കുറ്റം ചുമത്തുന്ന നിലയിലാകരുത്. ആരോഗ്യപരമായിട്ട് പറയണം, എനിക്ക് സംശയമുണ്ട്, ഭാര്യയോട് പറയണം.
ഇന്ന ഇന്ന സാഹചര്യങ്ങളിൽ എനിക്ക് ആ ചിന്തകളെ ജയിക്കുവാൻ കഴിയുന്നില്ല. ഞാനത് മനസ്സിലാക്കുന്നു, ഒരു മനസ്സുമായി ബന്ധപ്പെട്ട ഒരു ബുദ്ധിമുട്ടാണ്. എന്നെ നീ സഹായിക്കണം, ഇതിൽ നിന്ന് പുറത്തു വരുവാൻ എന്നെ സഹായിക്കണം. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഹാരമാർഗം എന്ന് പറയുന്നത്. ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു നടപടിയെടുത്ത് പ്രതികാരം ചെയ്യുവാൻ വേണ്ടി തയ്യാറാകാതെ ഇതൊരു വലിയ പ്രശ്നമാക്കി മാറ്റി മറ്റുള്ളവരെ എല്ലാം ഇതിനകത്ത് കൊണ്ടുവന്ന് ഇതൊരു സംഘർഷമാക്കി തീർക്കാതെ, ഇപ്പോൾ സംശയരോഗമുണ്ടെന്നുണ്ടെങ്കിൽ യാതൊരു തെളിവുകളുമില്ലാത്ത സംശയരോഗമാണിത്. അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ പറയുന്ന തെളിവുകളൊന്നും അതിന് അടിസ്ഥാനമില്ല. ആ മേഖലയിൽ വൈദഗ്ധ്യമുള്ള ഒരാൾ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് എങ്കിൽ അങ്ങനെയുള്ള തെളിവുകൾക്കൊന്നും അടിസ്ഥാനമില്ല. അപ്പോൾ തെളിവുകളില്ലാത്ത നിങ്ങളുടെ സംശയം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ നടക്കുന്ന ഒരു സംഘർഷമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ റിയാക്ട് ചെയ്യാതെ, പ്രതികരിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. അവിടെ യാഥാർത്ഥ്യവും ശരിയായ സത്യമായിട്ടുള്ള ചിന്തകൾ, ദൈവത്തിൽ നിന്നുള്ള ചിന്തകളും നമ്മുടെ മനസ്സ്, വീഴ്ച വന്ന കേടുവന്ന മനസ്സ് നമുക്ക് വിരോധമായിട്ടുണ്ടാക്കുന്ന ചിന്തകളും തമ്മിൽ തിരിച്ചറിയണം. സത്യവും കള്ളവും തമ്മിൽ തിരിച്ചറിയണം. ഈ ചിന്തകളെല്ലാം കള്ളമാണ്. അതിനെ കള്ളമാണെന്ന് നമ്മൾ സമ്മതിക്കുവാൻ തയ്യാറാകണം. നമ്മൾ കള്ളം സത്യമാണെന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നിർത്തണം. കള്ളം കള്ളമാണെന്നുള്ളത് നമ്മൾ സമ്മതിക്കുവാൻ തയ്യാറാകണം. അതിനുവേണ്ടി വേണമെങ്കിൽ വിശദമായിട്ടുള്ള പരിശോധന നടത്തുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് കള്ളമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ആ കള്ളമാണെന്ന് നിങ്ങൾ സമ്മതിക്കുവാൻ തയ്യാറാകണം. ഏതെങ്കിലും ചെറിയ ചെറിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ ഉറപ്പിക്കുവാൻ വേണ്ടി ഒരിക്കലും നിങ്ങൾ തയ്യാറാകരുത്. സത്യസന്ധമാകുന്ന ആശയവിനിമയം നടത്തുക. ചോദ്യം ചെയ്യലിന് പകരമായിട്ട്, കുറ്റം ചുമത്തുന്നതിന് പകരമായിട്ട് സത്യസന്ധമാകുന്ന ആശയവിനിമയങ്ങളിലൂടെ ആരോഗ്യപരമായിട്ട് എനിക്കിതിൽ നിന്ന് വിടുതൽ വേണം, അതുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിക്കാം, മോളെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അപ്പോൾ അവൾ പറയുന്നു, ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങയോട് അവിശ്വസ്തത കാണിക്കുകയില്ല എന്ന് പറയുമ്പോൾ വിശ്വസിക്കണം, അത് ആശ്വാസമായി സ്വീകരിക്കണം. മാത്രമല്ല ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാൻ, ഈ ചിന്തകൾ വരുമ്പോൾ ഈ ചിന്തകളെ മനഃപൂർവ്വമായിട്ട് ദൈവവചനം കൊണ്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുവാൻ തയ്യാറാകുക. ദൈവവചനം പകരം വയ്ക്കുക, ഈ ചിന്തകളെ തട്ടിമാറ്റുക, അത് പരിശീലിക്കുവാൻ മനഃപൂർവ്വം തയ്യാറാകുക. അതോടൊന്നിച്ച് തന്നെ പക്വതയുള്ള, മെച്യൂറായിട്ടുള്ള ആത്മീക സഹായം നിങ്ങൾ തേടുക. ആ മേഖലയിൽ പരിചയസമ്പന്നരാകുന്ന ദൈവദാസന്മാരുടെയോ വിശ്വാസികളുടെയോ, ആ മേഖലയിൽ പരിചയം ഉള്ള, പഠനം നടത്തിയിട്ടുള്ള, ആ മേഖലയിൽ കഴിവുള്ള അത്തരത്തിലുള്ള ഒത്തിരി പ്രിയപ്പെട്ടവർ നമ്മുടെ സ്പിരിച്വൽ വേൾഡിൽ ഇപ്പോൾ, നമ്മുടെ ചേർച്ചുകളിൽ ഇപ്പോൾ ഉണ്ട്. ഡോക്ടേഴ്സ്, ഈ മേഖലയിൽ വളരെ പഠനം നടത്തിയ പല ഡോക്ടേഴ്സ്, അങ്ങനെയുള്ളവരുടെ സഹായം തേടുക. ആ സഹായത്തോടുകൂടെ നിങ്ങളിതിൽ നിന്ന് പുറത്തു വരിക. ആ സംശയത്തിന് പകരമായിട്ട് നിങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറാകുക. ഭയത്തിന് പകരമായിട്ട് നിങ്ങൾ സ്നേഹിക്കുവാൻ തയ്യാറാകുക. വിരോധത്തിന് പകരമായിട്ട് സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാകുക. കള്ളത്തിന് പകരമായിട്ട് സത്യത്തെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക. അവിടെ നിങ്ങൾക്ക് വീണ്ടും സ്നേഹത്തെ ജീവിപ്പിക്കുവാൻ കഴിയും. കുടുംബജീവിതത്തിൽ സ്നേഹം വന്ന് തിങ്ങി നിറയും. ഒതല്ലോ സിൻഡ്രത്തിൽ നിന്നും, റിലേഷൻഷിപ്പ് OCDയിൽ നിന്നും പൂർണ്ണമായിട്ടും വിടുതൽ പ്രാപിക്കുവാൻ കഴിയും. വേണമെങ്കിൽ ഈ പ്രാർത്ഥനയോട് ചേർന്ന് പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, ഞാൻ എൻ്റെ ഹൃദയത്തെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. എൻ്റെ ഉള്ളിൽ ഭയവും സുരക്ഷിതത്വ ബോധമില്ലായ്മയും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്ന സ്വഭാവവും ഉണ്ട് എന്ന് ഞാനിപ്പോൾ സമ്മതിക്കുന്നു. ഇതിൽ നിന്ന് പുറത്തു വരുവാൻ എന്നെ സഹായിക്കണമേ. ഞാൻ ഈ ചിന്തകൾക്ക്
അടിമയാകാതിരിക്കുവാൻ എന്നെ സഹായിക്കണമേ. മനസ്സിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഈ സംഘർഷത്തെ അങ്ങയുടെ വചനം കൊണ്ട് ജയിക്കുവാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ ബാല്യകാല മുറിവുകളെ സൗഖ്യമാക്കണമേ. തിരസ്കരണത്തിൽ നിന്ന്, ചതിക്കപ്പെട്ട അനുഭവങ്ങളിൽ നിന്ന്, എൻ്റെ ഉള്ളിൽ കയറിയ ഭയത്തിൽ നിന്ന് ഒക്കെയും എന്നെ വിടുവിച്ച് എൻ്റെ ആന്തരിക മുറിവുകളെ സൗഖ്യമാക്കണമേ. പരിശുദ്ധാത്മാവേ, എൻ്റെ ഇണയെ വിശ്വസിക്കുവാൻ, എൻ്റെ സ്പൗസിനെ വിശ്വസിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഞങ്ങളുടെ ബന്ധത്തിൽ സ്നേഹത്തെ പുനഃസ്ഥാപിക്കണമേ. ഞങ്ങളുടെ കുടുംബജീവിതം ഒരു മാതൃകാ കുടുംബജീവിതമായി തീരട്ടെ. ഞാൻ എൻ്റെ കുടുംബത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം കേട്ട പ്രിയപ്പെട്ടവർ, ഈ മേഖലയിൽ സൗഖ്യം ആവശ്യമുള്ളവർ ഇപ്പോൾ അവരെ തുടരവേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഒരത്ഭുതം ഇപ്പോൾ സംഭവിക്കട്ടെ. 2 കൊരിന്ത്യർ 10-ാം ഞങ്ങൾ വായിക്കുന്നു, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും, എല്ലാ സങ്കല്പങ്ങളും, ദൈവപരിജ്ഞാനത്തിന് വിരോധമായിട്ടുള്ള സകല സങ്കല്പങ്ങളും ഇപ്പോൾ ഇടിഞ്ഞു പോകട്ടെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ഏത് ചിന്തയെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി ഈ പ്രിയപ്പെട്ടവർക്ക് ഈ വചനത്തിൽ നിന്നുള്ള വെളിപ്പാട് കൊടുക്കണമേ. ഈ വചനത്തിൽ നിന്നുള്ള ജ്ഞാനം കൊടുത്ത് അവരുടെ കുടുംബജീവിതത്തെ സൗഖ്യമാക്കണമേ. അവരുടെ മനസ്സിനെ സൗഖ്യമാക്കണമേ. ആ ഭാരം പോലെ, നെഞ്ചിൻ്റെ ഭാഗത്ത് ഭാരം പോലെ ഈ ചിന്തകൾ വരുമ്പോൾ ഒരു ഭാരം പോലെ, ഒരു തീ പോലെ തോന്നുന്ന അവസ്ഥകൾ ഇപ്പോൾ മാറിപ്പോകട്ടെ. അതിൻ്റെ പിന്നിലുള്ള ദുരാത്മാക്കളോട് ഞാൻ കൽപ്പിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ പുറത്തു പോകാം. ഒരു അത്ഭുത വിടുതലിനെ കർത്താവാകുന്ന യേശു അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതങ്ങളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഭാര്യ ഭർത്തൃ ബന്ധത്തെ ബ്ലസ് ചെയ്യുന്നു. തലമുറകളെ ബ്ലസ് ചെയ്യുന്നു. സമാധാനം കൊടുക്കണം, സ്വസ്ഥത കൊടുക്കണം, സന്തോഷം കൊടുക്കണം, ജീവൻ കൊടുക്കണം. വീണ്ടും സ്നേഹം നിറഞ്ഞു നിൽക്കട്ടെ. തമ്മിൽ വിശ്വസ്തരായിരിക്കട്ടെ. എല്ലാ മേഖലയിലും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ, നോക്കുമ്പോൾ എല്ലാ മേഖലയിലും ഇരുവരും, ഭാര്യയും ഭർത്താവും, വിശ്വസ്തരായിരിക്കുവാൻ തക്കവണ്ണം അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വിനയപരിശ്രമം ഓർപ്പിക്കുന്ന കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെയിരിക്കും. ഗാഡ് ബ്ലെസ് യു. ആമേൻ.